മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകത്തിൽ അടിമുടി ദുരൂഹത. ഭർത്താവാണ് കൊലപ്പെടുത്തിയതെന്നാണ് സൂചന. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് വെറ്റിലപ്പാറയിലെ വീട്ടിൽ വെച്ച സിമി ബിജുവിന് കഴുത്തിൽ മുറിവേറ്റത്. കയ്യിൽ പരിക്കേറ്റ ഭർത്താവ് ബിജുവിനെയും ഭാര്യ സിമിയെയും അയൽവാസികൾ ഉടനെ കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും സിമിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. പരിക്കേറ്റ ബിജു പോലീസ് നിരീക്ഷണത്തിൽ ആശുപത്രിയിൽ ഐസിയുവിൽ തുടരുകയാണ്. ഇന്നലെ രാത്രി ഇരുവരും തമ്മിൽ വാക്കേറ്റം നടന്നിരുന്നതായി പറയുന്നു. തുടർന്ന് രാത്രി 8 മണിയോടെ കതക് തുറന്ന സിമി ചോരയൊലിപ്പിച്ച് പുറത്തുവരികയും മുറ്റത്ത് വീഴുകയുമായിരുന്നു. ഉടനെ അയൽവാസികൾ ഇരുവരെയും കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും സിമിയെ രക്ഷിക്കാനായില്ല. പരിക്കേറ്റ ബിജുവിനെ പോലീസ് നിരീക്ഷണത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ സിമിയുടെ മൃതദേഹം മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും. ദിവസവും ഇരുവരും തമ്മിൽ വഴക്കും ബഹളവും ഉണ്ടാകാറുണ്ടെന്നും സിമി ചോരയിൽ കുളിച്ച് മുറ്റത്ത് കിടക്കുന്നത് കണ്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും അയൽവാസിയായ ശോശക്കുട്ടി പറഞ്ഞു. എൻ്റെ പേര് ശോശക്കുട്ടി എന്നാണ്. ഞാൻ അയൽപക്കത്തുള്ള ആളാണ്. ഇപ്പം ഇന്നലെ സന്ധ്യയായപ്പോൾ ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ടി വി വെച്ചതുകൊണ്ട് ഞങ്ങൾക്ക് കേൾക്കത്തില്ലല്ലോ. അപ്പം ഞാൻ എന്നാന്നറിയാൻ വേണ്ടി സൗണ്ട് ഇച്ച് കുറച്ചു. അപ്പോൾ ഇവർ എന്നും ഇങ്ങനെ വഴക്കമുള്ളതാണ്. അപ്പം നമ്മളത്ര ശ്രദ്ധിക്കുമല്ലോ. എന്നും ഇങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ മകളും ഒക്കെ കൂടി ഇങ്ങനെ പറയാറുണ്ട്. അപ്പം ഒരു വീടായ പല വഴക്കുണ്ടല്ലോ കാര്യങ്ങളും. അപ്പം ഞാൻ അത്ര ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം പുള്ളി വാതിൽ കുട്ടി അടച്ചു. അയാൾ വാതിൽ വെച്ച് പുള്ളിക്കാരത്തി മുറ്റത്ത് ആക്കി. പുള്ളിക്കാരത്തി ഓടി വന്നിച്ച് ആ തൂമ്പ എടുത്തുകൊണ്ടു വാതിൽ കുട്ടി. അതാണ് ആ വാതിലിന് അങ്ങനെ മുട്ട. ആ തൂമ്പ വെച്ച് അടിച്ചടിച്ച് തുറന്നിട്ട് പുള്ളിക്കാരത്തി അങ്ങ് കയറിപ്പോയിട്ട് അവിടെ കിടന്ന് ഒളിക്കണോ ഒന്നും തള്ളൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഉണ്ടായിരുന്നു എനിക്കറിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി ഇറങ്ങി അവിടെ മേശയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണേ ഞാൻ കണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി എന്നായിരിക്കും അങ്ങനെ നിൽക്കണേന്നുള്ള രീതിയിൽ ഞാൻ നോക്കി. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ ഇറങ്ങി വന്നു പിടിച്ച് വയ്യ. അപ്പോഴത്തേക്കും മുറ്റത്ത് കൊണ്ടുപോയി മറിഞ്ഞു വീണു. അപ്പോഴത്തേക്കും പെണ്ണ ഓടി വന്നു വിളിച്ചു. പക്ഷേ മിണ്ടണമൊന്നുമില്ല. 2 പ്രാവശ്യം അയ്യോ എന്ന് പറഞ്ഞു. അത്രേ ഞാൻ കേട്ടു. പുള്ളിയുടെ കൈക്ക് മുറിവുണ്ടെന്നാണ് വരണേ. നമ്മൾ കണ്ടില്ലല്ലോ. പുള്ളിയുടെ മേത്തോടെയൊക്കെ ഈ കൈ മുട്ടിയതാണെന്ന് തോന്നുന്നു. ബ്ലഡൊക്കെ മുണ്ടേക്കൂടെ ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോയത് ഇവിടെ അടുത്തുള്ള ബേസിൽ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ പയ്യനാണ്. അവരുടെ കാറിനകത്തൊന്നും സ്ഥിരം ഇങ്ങനെ കേൾക്കണായതുകൊണ്ട് ആരും ഗവനിക്കില്ല. ഇവരൊക്കെ സ്ഥിരം കേൾക്കണമല്ലേ. ഞങ്ങളെക്കാളും കൂടുതൽ സൗണ്ട് അവർക്കാണെന്നാണ് അവർ പറഞ്ഞത്.